അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണം CPM സമീപനത്തെ പരോക്ഷമായി വിമർശിച്ച് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. ചരിത്രത്തെ പഠിക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയില്ലെന്നും എല്ലാം ഓർക്കുന്നതാണ് മാനവികതയെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. അടിയന്തരാവസ്ഥ തടവുകാരനായിരുന്നിട്ടും CPM ആലപ്പുഴയിലെ നാളെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ജി സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. മുതിർന്ന CPM നേതാവായ ജി സുധാകരനടക്കം അടിയന്തരാവസ്ഥ തടവുകാരായ CPM നേതാക്കളെ ഒഴിവാക്കിയുള്ള പാർട്ടിയുടെ ആലപ്പുഴയിലെ അടിയന്തരാവസ്ഥ വാർഷികാചരണ വിവാദത്തിലാണ് ജി സുധാകരൻ CPMനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത്. നേരിട്ട് അറിവില്ലാത്തവർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നും ചരിത്രം പഠിക്കാതെയാണ് പലരും പറയുന്നതെന്നും എല്ലാം ഓർക്കുന്നതാണ് മാനവ സംസ്കാരമെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു. 1970 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഒരു 5 വയസ്സുള്ള ആളിന് ഇപ്പോൾ 55 വയസ്സല്ലേ ഉള്ളത്. പക്ഷെ അടിയന്തരാവസ്ഥയെ പറ്റി അവർ മനസ്സിലാക്കി വായിക്കാൻ സംസാരിക്കുന്നു. നേരിട്ടറിവല്ല, വായിക്കാൻ സംസാരിക്കുന്നു. അപ്പൊ അതിന് ഹിസ്റ്റോറിക്കലായി ബാക്കിലുണ്ടൊക്കെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാകാനുണ്ടോ, പക്ഷെ പറയാതിരിക്കാൻ പറ്റും. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ചവരാരും കാണത്തില്ലല്ലോ. അപ്പോഴും ഈ ചരിത്രം പറയണ്ടേ? ആ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. ചരിത്രം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രത്തോടൊപ്പം നീങ്ങിയ മുമ്പിലോ പുറകിലോ നീങ്ങിയവരെ പറ്റി ഓർമ്മിക്കും. അതാണ് മാനവ സംസ്കാരം. ചരിത്രത്തോട് നീതി പുലർത്താത്ത പാർട്ടിയാണ് CPM എന്നും ജി സുധാകരനെ പോലെ അനിഷേധ്യനായ നേതാവ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ആളായിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ചരിത്രത്തോടുള്ള നിന്ദയും നീതികേടുമാണെന്നും മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. ജി സുധാകരൻ അനിഷേധ്യനായ ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് ആ കാലത്ത് രാഷ്ട്രീയ രംഗത്ത് അടിയന്തരാവസ്ഥയിൽ ഇറങ്ങിപ്പുറപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടുമുറ്റത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കുന്നത് അപമാനിക്കലാണ്, ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയാണ്. അത് അടിയന്തരാവസ്ഥയുടെ ഏതൊരു താല്പര്യം സംരക്ഷിക്കാനാണ് ഈ ആഘോഷം നടത്തുന്നത്, ആ താല്പര്യങ്ങൾക്കെല്ലാം ധ്വംസനവുമാണ്. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജി സുധാകരൻ്റെ വസതി ഉൾപ്പെടുന്ന പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ EMS കമ്മ്യൂണിറ്റി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് 2-നാണ് അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ 50 വർഷം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി R നാസർ, H സലാം MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ എന്നിവരാണ്. ഇവരുടെ പ്രായമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു സുധാകരന്റെ വിമർശനം. അവർക്ക് നേരിട്ട് അറിവില്ല. 1970 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഒരു 5 വയസ്സുള്ള ആളിന് ഇപ്പോൾ 55 വയസ്സല്ലേ ഉള്ളത്. പക്ഷെ അടിയന്തരാവസ്ഥയെ പറ്റി അവർ മനസ്സിലാക്കി വായിക്കാൻ സംസാരിക്കുന്നു. നേരിട്ടറിവല്ല, വായിക്കാൻ സംസാരിക്കുന്നു. അപ്പൊ അതിന് ഹിസ്റ്റോറിക്കലായി ബാക്കിലുണ്ടൊക്കെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാകാനുണ്ടോ, പക്ഷെ പറയാതിരിക്കാൻ പറ്റും. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.